നളിനി, നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടേ പോവാഞ്ഞത്? പടി ഇറങ്ങുമ്പോ വഴുതി വീണു, കാലുളിക്ക് നടക്കാൻ വയ്യ. സാർ, ആഹാരം എടുത്ത് വെക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. വേദന കൂടുതലുണ്ടോ? നിനക്കൊന്നുകൂടി ശ്രമിക്കാമായിരുന്നു. ശ്രമിച്ചു സർ, കൂടുതൽ ബലവും പ്രയോഗിച്ചു. എന്നിട്ടെന്തുണ്ടായി? അയാൾ ആകെ പരവശനായി കണ്ടു, വല്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിനക്കവനെ കീഴ്പ്പെടുത്താമായിരുന്നു. എങ്ങനെയും രക്ഷപ്പെടാനായിരുന്നു അയാളുടെ ശ്രമം. കൂടുതൽ ബലം പ്രയോഗിച്ചപ്പോൾ ആ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി വന്നു. അത് കണ്ടപ്പോൾ ഭയന്നുപോയി. എങ്കിലും ഞാൻ പിടിവിട്ടില്ല. അപ്പോഴേക്കും ഇത് സംഭവിച്ചു. അതിനുശേഷം മാസവിടെ പോയി? കട്ടിലിൽ കിടന്ന് ഇങ്ങനെ കൈകളിട്ട് അടിക്കുന്നു കണ്ടു. ഞാൻ ഓടിപ്പോന്നു. രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണമെന്ന് മധു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നില്ലേ? നിങ്ങൾ എന്റെ മരുമകളുടെ ഭർത്താവാണ്. ആ അധികാരം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സൗദാമിനിയും നിങ്ങളും ഭാര്യാഭർത്താക്കന്മാരായിട്ടാണോ ജീവിക്കുന്നത്? അതെ. അല്ല അല്ല, നിങ്ങൾ അവളുടെ കഴുത്തിൽ താലി കെട്ടി, അതൊരു സത്യമാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് താലിയും ഉടുതുണിയും ഭക്ഷണവും മാത്രം പോരാ, മറ്റു ചിലതും അവൾക്ക് ആവശ്യമുണ്ട്. സെക്സ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മാരേജ്. യു അണ്ടർസ്റ്റാൻഡ്? പറയൂ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരു പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല.
ഇനി നിങ്ങളോട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം എനിക്കറിഞ്ഞുകൂടാ. ഒരു പുരുഷനെ പോലെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ലുക്ക് അറ്റ് മീ പ്ലീസ്. ടെൽ മീ ഫ്രാങ്ക്ലി, എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്? മിനിയുമായി ബന്ധപ്പെടണമെന്നുള്ള ഘട്ടം വരുമ്പോൾ എനിക്ക് സ്വബോധം നശിക്കുന്നു, ദേഹം വിറയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഒളിച്ചു വയ്ക്കരുത്. അത് സ്വന്തം ജീവിതം മാത്രമല്ല, മറ്റു പലരുടെയും ജീവിതം താറുമാറാക്കും. നാം മറ്റു രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നില്ലേ, അതുപോലെ ഈ രോഗവും ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ പൊതുവെ ആളുകൾ സെക്സിനെ സംബന്ധിക്കുന്ന രോഗം വല്ലതും വരുമ്പോൾ അത് മൂടിവയ്ക്കും. അത് തെറ്റാണ്. യു ആർ എൻ എഡ്യൂക്കേറ്റഡ് മാൻ. കമാ, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ രോഗം മാറ്റിയെടുക്കേണ്ടത് മറ്റാരെയുംകാൾ കൂടുതൽ ആവശ്യം എന്റേതാണ്. വരൂ. ഇരിക്കൂ. മിക്സഡ് സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ബോയ്സ് സ്കൂളിൽ. കോളേജിലോ? കോളേജിൽ പെൺകുട്ടികളുണ്ടായിരുന്നു. അവരോടൊക്കെ ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ കഴിഞ്ഞിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ആരോട് സംസാരിക്കാറില്ല. അവരെന്നെ നോക്കുമ്പോഴും ചിരിക്കുമ്പോഴും എനിക്ക് മനസ്സിലൊരു ഭയം. ഞാൻ തലകുനിച്ചു കളയും. എന്തിന്? നല്ല സുന്ദരികളും ചെറുപ്പക്കാരികളുമായ പെൺകുട്ടികളെ കാണുമ്പോൾ പുരുഷന്മാർ എന്തിനു നാണിക്കുന്നു? നാണം സ്ത്രീകൾക്കുള്ളതല്ലേ? എന്തോ ഞാൻ കൊച്ചുനാളിൽ അങ്ങനെ ആയിപ്പോയി. മിനിയെ കാണുമ്പോഴും നാണവും ഭയവും ഉണ്ടോ? നാണമാണോ ഭയമാണോ, ഞാൻ അറിയാതെ എന്റെ മനസ്സിനകത്ത് എന്തോ ഒരു... ശരി ശരി. അപ്പോൾ ഇത്രയും കാലം രണ്ടുപേരുടെയും യൗവനം വെറുതെ കളഞ്ഞു എന്നർത്ഥം. ആട്ടെ, പെണ്ണുങ്ങളിൽ നിന്നും ഭയം തോന്നിക്കുന്ന വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. കോളേജിൽ പഠിക്കുമ്പോഴോ മറ്റോ വല്ല പെൺപിള്ളേരുമായി പ്രേമബന്ധമുണ്ടായി അവരുടെ ആളുകൾ വധുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അതുണ്ടാകാനിടയില്ലല്ലോ. പെണ്ണുങ്ങളെ കണ്ട ഭയവും നാണവും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇന്നുവരെ സെക്സിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ചുംബിക്കുകയോ സ്പർശിക്കുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്തിട്ടില്ല അല്ലേ? എന്തിനു പറയുന്നു? എന്തിന് ഭയപ്പെടുന്നു? മധു, ഇവിടെ എന്തുണ്ടായി? എന്ത് സംഭവിച്ചെന്ന് പറയൂ. മധു, എന്തുണ്ടായി പറയൂ. എന്തിനു പറയുന്നു? മധു, 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 എന്റെ മുഖത്ത് നോക്കൂ. ഇതേ ചേഷ്ടകൾ തന്നെ കാണിച്ചതായി നളിനിയും പറഞ്ഞു. തുടയിൽ പൊള്ളലേറ്റ രണ്ട് നീണ്ട പാടുകളുമുണ്ട്. കുട്ടിക്കാലത്ത് എന്തോ സംഭവിച്ചതായിരിക്കും. ഞാനും കൂടെ വരാം അമ്മായി. വേണ്ട മോനെ, അവൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ആ രാഘവ, വീട്ടിലൊന്നും പോകണ്ട, അമ്മായി പേടിക്കും. വരട്ടെ മോനെ. ശരി അമ്മായി. മിനി, നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? എനിക്കൊരു ദുഃഖവുമില്ല. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. മിനി, ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. നമുക്ക് വിവാഹം കഴിക്കാം. എന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം മാത്രം? ഒരു പുരുഷൻ എന്താണെന്ന് അറിയാതെ ഭാര്യയെ ജീവിച്ചിട്ട് എന്ത് കാര്യം?
ജീവിതത്തിൽ മനുഷ്യന് പലതും ചെയ്യാനുണ്ട്. അതിലൊരു നിമിഷം മാത്രമേ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നുള്ളൂ. ആ ഒറ്റ നിമിഷമാണ് അനേകായിരം കോടി നിമിഷങ്ങൾ സജീവമാക്കുന്നത്. പ്ലീസ്, കുട്ടിക്കാലം മുതൽക്ക് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. കമോൺ. എന്റെ മുറിയിൽ കയറരുത്. കടക്കു പുറത്ത്. ആണല്ലാത്ത ഒരുത്തിനു വേണ്ടി നീ എന്തിന് ജീവിതം പാഴാക്കുന്നു? ആരായാലും അദ്ദേഹത്തെ ഞാൻ മരണം വരെ സ്നേഹിക്കും. ഞാൻ പറയുന്നത് കേൾക്കും. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വരൂ പോവാം. ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്തു പറഞ്ഞു? നിന്നെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. അമ്മ എവിടെ? അമ്മ അമ്പലത്തിൽ പോയി. വരൂ പോവാം.